യാത്രയൊക്കെ എങ്ങനെ? സുഖമായിരുന്നു ഡാഡി. എക്സാമിനേഷൻ ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സാവും. വെരി ഗുഡ്. അങ്ങനെ നിന്റെ പഠിത്തം തോന്നി. ഇനി അടുത്ത കാര്യം നോക്കണം. ബാലൻ വന്നില്ലേ ഡാഡി? അവനൊന്ന് ഡ്യൂട്ടിയുള്ള ദിവസമല്ലേ? ഇപ്പൊ വീട്ടിലെത്തിക്കാണും. ഡേസി, നീ എന്നെ അവനെ ബാലെന്ന് വിളിക്കരുത്. അവൻ നിന്നെ പോലെ വലുതായില്ലേ. അയ്യോ, എന്റെ സൂട്ട് കേസ് ഡാഡി അതാ കൊണ്ടുപോന്നു. പോലീസ് അവനെ പിടിക്കൂ. എന്താ സാറേ? ഇവൻ ഞങ്ങളുടെ പെട്ടി എടുത്തോണ്ട് പോകുന്നു. വാട്ട്? നിങ്ങളുടെ പെട്ടിയോ? ആ. അയ്യോ, ഇത് ഈ സാറിന്റെ പെട്ടിയാ. കഴിഞ്ഞ ആഴ്ച മേടിച്ചതേ ഉള്ളൂ. നിന്റെ പെട്ടിയാണ്. അയ്യോ ക്ഷമിക്കണം സാറേ, എന്റെ പെട്ടിയാണെന്ന് വിചാരിച്ചാ ഞാൻ എടുത്തോണ്ട് പോകുന്നത്. അപ്പൊ ഈ സാറിന്റെ പെട്ടി അല്ലേ? എന്നതായിരിക്കുന്നു സാറേ. യവന്മാര് ട്രെയിനിലെ സ്ഥിരം മോഷണക്കാരാ. ഇവന്റെ പേര് തീവണ്ടി കുഞ്ഞപ്പൻ, ഇവന്റെ പേര് കരിയാപ്പല. Come on. കത്രീന, കത്രീന വിജി, മോളെ മോളെ, എത്ര നാളായി മോളെ കണ്ടിട്ട്. ഡാഡി, കത്രീന അമ്മച്ചി കിളവിയായി പോയല്ലോ. ഞാൻ അവനോട് പറഞ്ഞതാ റിട്ടയർ ചെയ്ത് വീട്ടിൽ പോയിരിക്കാം. പക്ഷെ അവൾ കേൾക്കണ്ടേ? മോളെ, തങ്കശ്ശേരിന്ന് മോടെ മമ്മിയാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. മോളെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് മമ്മി പോയത്. മമ്മി മരിച്ച ശേഷം കത്രീനയാണ് നിന്നെ വളർത്തിയത്. സായിപ്പേ, എനിക്കിനി 2 ആഗ്രഹങ്ങളേ ഉള്ളൂ. നാട്ടിലുള്ള എന്റെ മകളെ ആരുടെയെങ്കിലും കൈ പിടിച്ചേൽപ്പിക്കണം. പിന്നെ ഈ മകളുടെ മടിയിൽ കിടന്ന് എനിക്ക് മരിക്കണം. മോളെ, വെള്ളം ചൂടാക്കിയിട്ടുണ്ട്. കുളിച്ചിട്ട് വല്ലതും കഴിക്കാം. വാ. ബാലേട്ടാ, എന്താ ബാലേട്ടാ ഇങ്ങനെ നോക്കുന്നത്? ഒന്നുമില്ല. കുറെ നാളിന് ശേഷമല്ലേ ഞാൻ ഡെയ്സിയെ കാണുന്നത്. അതുകൊണ്ട് ഞാൻ അറിയാതെ നോക്കി നിന്ന് പോയതാണ്. ചേട്ടൻ സ്റ്റേഷനിൽ വരുമെന്ന് ഞാൻ വിചാരിച്ചു. അത് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോ അദ്ദേഹത്തിന്റെ 4 ഡ്രസ്സുകൾ തേക്കാനുണ്ടായിരുന്നു. ഇപ്പോഴും ബാലേട്ടനാണോ ഇവിടെ അലക്കുകയും തേക്കുകയും ഒക്കെ ചെയ്യുന്നത്? ഞാൻ ഇപ്പോഴും പഴയ ബാലൻ തന്നെയാണ് ഡെയ്സി. പഴയ ബാലൻ എന്ന് പറഞ്ഞാൽ കൊച്ചു പയ്യനാണെന്നോ? ആ, അദ്ദേഹത്തിന്റെ കണ്ണിൽ ഞാൻ ഇപ്പോഴും കൊച്ചു പയ്യൻ തന്നെ. എന്നാലേ ചേട്ടനെ വലുതായി കാണത്തക്കവണ്ണം ഡാഡിക്ക് ഒരു ഭൂതക്കണ്ണാടി വാങ്ങിക്കൊടുക്കണം. ഈ അഴുക്കും പൊടിയും നിറഞ്ഞെടുത്ത് എങ്ങനെയാ കിടന്നുറങ്ങുന്നത്? ഇതിനേക്കാൾ അഴുക്കും കരിയും പുരണ്ടതില്ലേ എന്റെ ജീവിതം. പക്ഷേ എന്റെ മനസ്സിൽ അഴുക്ക് പിടിക്കരുതെന്നേ ഉള്ളൂ. അയ്യോ, തുണി കരിയുന്നു. ഈശ്വരാ, ചതിച്ചോ? പോട്ടെ, സാരമില്ല. ആരും അറിയണ്ട, മടക്കി അങ്ങ് വെച്ചേക്കാം. സീനിയോറിറ്റി അനുസരിച്ച് ബാലിന്റെയും രാഘവന്റെയും പേരിൽ ഈ ലിസ്റ്റിൽ ആദ്യം വരേണ്ടത്. എന്നിട്ട് അവരെന്തോട്ട് വിട്ടുകളഞ്ഞു? വരികടത്തൊന്നും ഒരു ശുപാർശ ഉണ്ടായിരുന്നു സാർ. പകരം ഞാൻ ആ പേര് ആദ്യം ചേർത്തു. നോ, ഏത് വലിയവന്റെ ശുപാർശ ഉണ്ടായിരുന്നാലും ശരി, അർഹതയുള്ളവരെ നിയമിക്കാനേ ഞാൻ റെക്കമെൻഡ് ചെയ്യും. അല്പമൊക്കെ നമ്മൾ വളഞ്ഞു കൊടുത്തില്ലെങ്കിൽ ചില കുഴപ്പങ്ങൾ ഉണ്ടാകും സാർ. ഐ ഡോണ്ട് മൈൻഡ്. അങ്ങനെ നട്ടല് വളയ്ക്കാൻ ഡാനിയലിനെ കിട്ടില്ല. അന്ന് എന്റെ ജോലി ഞാൻ വേണ്ടത് വെച്ചു. ഞാൻ പറയുന്നത് നോ, ഐ ഡോണ്ട് വാണ്ട് എനി അഡ്വൈസ്. അർഹതയനുസരിച്ച് പുതിയ ലിസ്റ്റ് ഉണ്ടായിക്കൊണ്ടുവരും. രാഘവനിപ്പോ നിലമ്പൂര് പോകാനുള്ള അത്യാവശ്യം എന്താണ്? എന്റെ കുഞ്ഞിനെ ഒന്ന് കണ്ടിട്ട് ഒരാഴ്ചയായി മമ്മുക്ക. ആ, തള്ളയില്ലാത്ത കുഞ്ഞല്ലേ. കൂടെ കൂടെ തന്തേനെങ്കിലും കണ്ടില്ലെങ്കിൽ വിഷമിക്കും. കുട്ടിക്ക് ഇപ്പൊ എന്ത് പ്രായമുണ്ട്? 4 വയസ്സായി. ഒരു ബന്ധു വീട്ടിലെ ഏൽപ്പിച്ചിരിക്കുന്നത്. 5 വയസ്സായെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് വല്ല എഴുത്ത് പള്ളിക്കൂടത്തിലും ആക്കായിരുന്നു. എന്താടാ നീ എന്നോട് പറയാൻ ലീവ് എടുത്തത്? ഇതെന്ത് ചോദ്യമാണപ്പാ?
അവനവന്റെ കുഞ്ഞുങ്ങളെ കാണാനുള്ള പൂതി ആർക്കും ഉണ്ടാവില്ലേ? ഞാൻ നോക്കി, ഞമ്മൾ നിൽക്കാൻ കഴിഞ്ഞിട്ട് 10 കൊല്ലേ. ഒരു കുഞ്ഞുകാല് കാണാനുള്ള ഭാഗ്യം ഞമ്മക്കുണ്ടായില്ല. മമ്മൂക്ക കല്യാണത്തിന് മുമ്പ് കുടുംബാസൂത്രണം ചെയ്തിരിക്കും. നമ്മൾ അത് ചെയ്തിട്ടില്ല. കൊച്ചിലെ മറ്റേ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തു പറ്റി? ചൈനവയുടെ പാത്രത്തില് ഒരു കേടുണ്ടെന്നാണ് ഡാക്ടർ പറഞ്ഞു. ചായപാത്രത്തിലായിരുന്നെങ്കിൽ വെട്ടി ഒട്ടിക്കാൻ ഒക്കുമായിരുന്നു. ഇത് വെട്ടി ഒട്ടിക്കാൻ ഒക്കൂ? നട, നീ ചോദിച്ച രൂപ ഞാൻ വീട്ടിലേക്ക് പോകാം. അടച്ചോനെ, എഞ്ചിനീയർ റഹ്മാന്റെ മോള് വീട്ടിലുള്ളതുകൊണ്ട് ഇനി ബാലിനെ പുറത്തേക്ക് കിട്ടൂല. എന്നെ പിടിച്ച് കൂട്ടിലടയ്ക്കും. ഞങ്ങളെല്ലാം കൂടെ ചേർന്ന് നിങ്ങളെ രണ്ടുപേരെയും ഒറ്റ കൂട്ടിനകത്ത് പിടിച്ചടയ്ക്കും. അപ്പൊ ഞാൻ വരട്ടെ നമുക്ക്. കോഫി. പ്ലീസ്. ഡെയ്സിയാണോ ഇതൊക്കെ ചെയ്തത്? സ്വർഗത്തിൽ നിന്ന് ഒരു മാലാഖ പറന്നു വന്നാ ഇതൊക്കെ ചെയ്തത്. ഡെയ്സി എന്നെ കളിയാക്കുകയാണോ? ഞാനാ ചെയ്തത്. ഇനി ഈ മുറി ഇങ്ങനെ വേണം ഇരിക്കാൻ. എന്റെ ചെരുപ്പ് തുടയ്ക്കാനും തുണി കഴുകാനുമുള്ളതല്ല ഈ കൈകൾ. ചേട്ടാ, കൊച്ചുനാളിൽ ചേട്ടൻ എന്റെ ചെരുപ്പ് തുടച്ചു തന്നിട്ടില്ലേ? തുണി കഴുകി തന്നിട്ടില്ലേ? ഞാൻ ഈ ബംഗ്ലാവിലെ വേലക്കാരനല്ലേ? ചേട്ടൻ ഇപ്പോഴും അങ്ങനെയാണോ കരുതുന്നത്? എന്നാൽ ഞാൻ ഈ മുറിയിലെ ജോലിക്കാരിയാനാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ ഇന്ന് പ്രായമായൊരു പെണ്ണാണ്. ജീവിതത്തിൽ പലതും പഠിക്കേണ്ടവളാണ്. ഡെയ്സി, ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. ഒന്നും പറയണ്ട. കോഫി കുടിച്ചിട്ട് വന്ന് കുളിക്ക്. വെള്ളം ചൂടാക്കിയിട്ടിട്ടുണ്ട്. സ്ഥലവും കാണുന്നില്ലല്ലേ? വാടി, നമുക്ക് ഇവിടെ ഇരിക്കാം. അല്ല, ഇതാര്? രാഘവ സാറോ? എങ്ങോട്ട് പോവാ? എവിടെയും പോകുന്നില്ല. പിന്നെ വണ്ടി കയറി എന്തിനാ? അറിഞ്ഞിട്ട് എന്ത് വേണം? എടി, പഴയ ആളുകളെ കണ്ടിട്ട് പുള്ളിക്കാരനെ പിടിച്ചില്ല. ചില നേരത്ത് കണ്ണേ കരളേന്നൊക്കെയാ വിളിക്കുന്നത്. അല്ലെങ്കിൽ ഓമാരൊക്കെ ഇങ്ങനെയാടി. സാർ, എന്താ വരാ? ഡാഡി, ബാലിനെ ഡ്രൈവറായി നിയമിച്ചിരിക്കുന്നു. അപ്പോയിന്റ്മെന്റ് ഓർഡറാണിത്. ഐ സി. കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു. എല്ലാം സാറിന്റെ അനുഗ്രഹം കൊണ്ടാണ് ഡെയ്സി. നോ നോ നോ, ഡ്യൂട്ടിയിൽ കറക്റ്റ് ആയിരുന്നത് കൊണ്ടാണ് നിനക്ക് ഇപ്പോഴും പോസ്റ്റ് കിട്ടി. ഐ എം വെരി പ്രൗഡ് ഓഫ് യു ബാലൻ. എന്റെ ജീവിതത്തിലെ ഒരേ ഒരു ആഗ്രഹം ഇത് മാത്രമായിരുന്നു സാർ. സാധാരണ ഷണ്ടിങ് പോസ്റ്റും ഗുഡ്സും കഴിഞ്ഞ് ലൈൻ ഷിഫ്റ്റ് കിട്ടാറുണ്ട്. നിനക്ക് തുടക്കത്തിലേ അതിന് തന്നെ ഓർഡർ കിട്ടിയിരിക്കുന്നു. ഡാഡി, ഈ സന്തോഷത്തിന് നമുക്കൊരു പാർട്ടി നടത്തണം. യെസ്, ആദ്യത്തെ പാർട്ടി എന്റെ വക. ഡെയ്സി, ഗെറ്റ് എ ഗ്ലാസ്. Come on. Come on, man. സാർ, ഞാൻ Come on. Cheers. Cheers. അവിടെ ഒഴിക്കാൻ, അവിടെയും കുറച്ച് ഒഴിച്ചേരും.
എനിക്കും ബാലനും നിലമ്പൂർ ലൈനാണ് കിട്ടിയിരിക്കുന്നത്. നാളെ തന്നെ ഡ്യൂട്ടി കയറണം. വളച്ചോനെ നിരീക്ഷണം കേറിക്കോളേ. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നവരെ റാണി ഇവിടെ ആക്കിയിട്ട് പോകുന്നത് ബുദ്ധിമുട്ടാവില്ലല്ലോ നമുക്ക്? ബുദ്ധിമുട്ടാ. രാഘവൻ ഇത്രയും നാളായിട്ട് നമ്മളെ പുടി കിട്ടിയിട്ടില്ല അല്ലേ? നമ്മൾ എച്ചിൽ ഗ്ലാസ് കഴിവുന്നവനാണെങ്കിലും നമ്മുടെ കൽബിൽ എച്ചിലില്ല. അതുകൊണ്ടല്ലേ എന്റെ കുഞ്ഞിനെ ഞാൻ ഇവിടെ കൊണ്ടുവന്നത്. പൊന്നു മോളെ നമ്മൾ ഉയരിന്റെ ഉയര് പോലെ നോക്കിക്കൊള്ളാം. അച്ഛൻ പോയിട്ട് വരാം. സൈനബാ, നീ അകത്ത് പോയി ആ പഞ്ചാരയുടെ പാട്ട് എടുത്തോണ്ട് വാ. എന്തിനാ നമുക്ക് പഞ്ചസാര? ആദ്യമായിട്ട് ഡ്രൈവറായിട്ട് വണ്ടി കയറാൻ പോയില്ലേ, അതിനു മുമ്പായിട്ട് ഇമ്മിണി മധുരം കഴിച്ചോണ്ട് വേണം കയറാൻ. പഴച്ചോ നല്ലത് വരട്ടെ. നമുക്ക് ഞാൻ വരട്ടെ. മോക്ക് പഞ്ചാര വേണ? സൈനബാ, നിനക്ക് പഞ്ചാര കഴിച്ചാൽ കുഴപ്പമൊന്നുമില്ല? ഒരു കുഴപ്പമില്ല. കൊടുക്കാൻ ഡാക്ടർ പറയരുത് പഞ്ചാര കഴിച്ചുകൊണ്ടാണ് നിന്റെ പാത്രത്തിന് കുഴപ്പമുണ്ടായെന്ന്. മിണ്ടാണ്ടിരിക്കും. ആ ഭാഗത്ത് സ്റ്റേഷൻ എടുക്കാനായി.